എന്തുകൊണ്ടാണ് LDF തന്നെ ഇനിയും അധികാരത്തിൽ വരണമെന്ന കാര്യം ജനം ഉറച്ചു നിൽക്കുന്നത് എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാന കാരണം ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതിയാകും. സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ കേരളത്തിൽ LDFനേക്കാൾ വലിയൊരു മന്ത്രിസഭ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ശത്രുക്കൾ പോലും അഭിമാനിക്കുന്ന നേട്ടത്തിന് കൂടിയാണ് LDF സർക്കാർ കാരണമായിട്ടുള്ളത്. കേരളത്തിൽ രണ്ടു തരം ചിന്താഗതിയുള്ളവരാണ് ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവരും വികസനം വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറച്ചുപേരും. വികസനം ഇപ്പോൾ വേണ്ട എന്ന നിലപാട് നാട് അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ നേട്ടം തന്നെ ഉണ്ടാവില്ലായിരുന്നു. തൃശ്ശൂരിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആകെ നിരാശയിൽ നിന്നാണ് 2016 LDF ജനങ്ങൾക്ക് മുൻപിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചത്. ജനങ്ങളത് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു. മാത്രമല്ല ജനങ്ങളുടെ പ്രതീക്ഷ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ജനങ്ങൾ ഒരു ചൊല്ല് ഏറ്റെടുത്തു: LDF വരും, എല്ലാം ശരിയാവും. ഈ പുരോഗതി നേടുന്നതിന് നാടിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കേണ്ടതുണ്ടെങ്കിലും ആപത്ഘട്ടങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പിന്തുണ ലഭിച്ചിട്ടില്ല. 2016 ശേഷം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി കേരളം അഭിമുഖീകരിച്ചത്. 2018 പ്രളയം നൂറ്റാണ്ടുകളിലെ പ്രളയമായിരുന്നു. സ്വാഭാവികമായും സഹായം അറിയിച്ചിരുന്നു. ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സഹായവും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. മറ്റു രാജ്യങ്ങളുടെ സഹായം പോലും മുടക്കുന്ന സാഹചര്യവും ഉണ്ടായി. സാലറി ചലഞ്ച് ജീവനക്കാർ നല്ല രീതിയിൽ സഹായിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. സഹായിക്കാത്ത കേന്ദ്രത്തിനൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അണിചേരുന്നതാണ് കേരളം കണ്ടത്. പ്രതിസന്ധി അതിജീവിച്ച് കേരളത്തെ നോക്കി രാജ്യം ആശ്ചര്യപ്പെടുകയുണ്ടായി. എന്നാൽ നമുക്കതിൽ ആശ്ചര്യമില്ല. കേരളത്തിന്റെ ഐക്യമാണത്. അസാധ്യമായത് സാധ്യമാക്കാൻ ഒരുമ കൊണ്ട് കഴിഞ്ഞു. കേന്ദ്രം നൽകേണ്ട സഹായം നൽകാതെ വിഷമം സൃഷ്ടിക്കാൻ കേന്ദ്രം ശ്രമിച്ചു. അർഹതപ്പെട്ടത് പോലും പലപ്പോഴും നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല കൂനിന്മേൽ കുരുവന്നതുപോലെ അവർ പണികൾ തന്നുകൊണ്ടേയിരുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള അളവിൽ വലിയ വെട്ടിച്ചുരുക്കൽ നടത്തി. നാട്ടിലെ വിവിധ വികസന പദ്ധതികൾക്കായി കിഫ്ബിയിൽ നിന്ന് പണമെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ കിഫ്ബി വായ്പ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി. ക്ഷേമ പ്രവർത്തനത്തിന് രൂപീകരിച്ച കമ്പനിയുടെ കാര്യത്തിലും സമാന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. തനത് വരുമാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വർധനമാണ് കേരളത്തെ പിടിച്ചു നിർത്തിയത്. ഓരോ വർഷത്തിലും തനത് വരുമാനത്തിലെ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ കടത്തെ പറ്റിയെല്ലാം വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് കേന്ദ്രം ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളത്. അതിനെ കോൺഗ്രസ് ചൂട്ടുപിടിക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് കാര്യങ്ങൾ ഭംഗിയെ ചെയ്യാൻ സാധിച്ചത് മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. മൊത്തം വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുകയുണ്ടായി. IT മേഖലയിൽ വലിയ പുരോഗതി തന്നെ നേടാൻ കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകളുടെ പർദീസയായി കേരളത്തെ കാണുന്നു. 2016 3000 സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഇപ്പോൾ അത് 6100 പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് 2026 10,000 സ്റ്റാർട്ടപ്പും 1 ലക്ഷം തൊഴിലവസരങ്ങളുമാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്നിവ സ്ഥാപിച്ചത് ഈ 9 വർഷത്തിനിടെയാണ്. വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തെയാണ്. കേരളമാണ് അത് സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി.